വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരാഴ്ചത്തെ കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ക്ലാസ്സിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ 4ാം ക്ലാസ് അതുപോലെ തന്നെ 7ാം ക്ലാസ് 4th 7th സ്റ്റാൻഡേർഡിലെ കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പ് പദ്ധതി നടപ്പിൽ വരുത്തുന്നുണ്ട്. അതായത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ പേര് LSS സ്കോളർഷിപ്പ്, USS സ്കോളർഷിപ്പ് എന്നാണ്. അപ്പൊ സംസ്ഥാനത്തെ 4ാം ക്ലാസ് 7ാം ക്ലാസ് വിദ്യാർത്ഥികൾക്കായി നടത്തി വരുന്ന LSS USS സ്കോളർഷിപ്പിന്റെ പേര് ഇപ്പൊ മാറ്റി. എന്താണ് അതിന്റെ പേര്? ഇപ്പോ അതിന്റെ പുതിയ പേര് CM കിഡ്സ് സ്കോളർഷിപ്പ് എന്നാണ്. അപ്പൊ സംസ്ഥാനത്തെ 4-7 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികൾക്കായി നടത്തി വരുന്ന LSS USS സ്കോളർഷിപ്പുകളുടെ പുതിയ പേര് എന്താണ്? CM കിഡ്സ് സ്കോളർഷിപ്പ് എന്നാണ്. ഇനി അടുത്തത് ഇന്ത്യയുടെ 78ാമത്തെ കരസേന ദിന ആഘോഷം. എന്താണ് കരസേന ദിന ആഘോഷം? കരസേന ദിന ആഘോഷം 2026 ജാനുവരി 15 എവിടെയാണ് നടന്നത്? ജയ്പൂരിലാണ് നടന്നത്. ജയ്പൂർ എവിടെ അറിയോ എല്ലാവർക്കും? രാജസ്ഥാനിലാണ് ജയ്പൂര്. അപ്പൊ ഇന്ത്യയുടെ 78ാമത്തെ കരസേനാ ദിന ആഘോഷം നടന്നത് 2026 ജാനുവരി 15 നടന്നത് രാജസ്ഥാനിലെ ജയ്പൂരിലാണ്. ക്ലിയർ ആയില്ലേ? അപ്പോ ഇനി ഈ കരസേനാ ദിന ആഘോഷത്തിന്റെ പ്രമേയം എന്തായിരുന്നു എന്നുകൂടി നമ്മൾക്ക് ഓർത്തു വെക്കാം. എന്താണ്? ഇയർ ഓഫ് നെറ്റ്വർക്കിംഗ്. എന്താണ്? ഇയർ ഓഫ് നെറ്റ്വർക്കിംഗ്. ഇയർ ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഇയർ ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഡാറ്റ സെൻട്രിസിറ്റി. എന്താണ് ഇയർ ഓഫ് നെറ്റ്വർക്കിംഗ് ആൻഡ് ഡാറ്റ സെൻട്രിസിറ്റി എന്നാണ് എന്തിന്റെ 2026 78ാമത്തെ കരസേനാ ദിന ആഘോഷത്തിന്റെ പ്രമേയമായിട്ട് പറയുന്നത്. ഇനി അടുത്തത് US ബഹിരാകാശ ഏജൻസിയാണ് നാസ എന്ന് നമുക്കറിയാം. ആ നാസയുടെ 67 വർഷത്തെ ചരിത്രത്തിൽ, നാസയുടെ 67 വർഷത്തെ ചരിത്രത്തിലെ ആദ്യത്തെ മെഡിക്കൽ ഒഴിപ്പിക്കൽ നടന്നു. ആദ്യത്തെ എന്താണ്? മെഡിക്കൽ ഒഴിപ്പിക്കൽ നടന്നു. എന്താണ് ആ മെഡിക്കൽ ഒഴിപ്പിക്കൽ? അപ്പൊ നാസയുടെ നാസ ആരംഭിച്ചിട്ട് നാസയുടെ ചരിത്രത്തിലെ തന്നെ ആദ്യത്തെ മെഡിക്കൽ ഒഴിപ്പിക്കൽ നടക്കുകയുണ്ടായി. എന്താണ് ആ മെഡിക്കൽ ഒഴിപ്പിക്കൽ എന്നാണ് പറയുന്നത്. അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിയവേ അസുഖം ബാധിച്ച സഞ്ചാരി ഉൾപ്പെടെ 4 പേരെ സുരക്ഷിതമായി ഭൂമിയിൽ എത്തിച്ചു എന്നുള്ളതാണ് നാസയുടെ മെഡിക്കൽ ഒഴിപ്പിക്കൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നാസയുടെ മെഡിക്കൽ ഒഴിപ്പിക്കൽ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എന്താണ് മെഡിക്കൽ ഇവാക്യുവേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ്. അതായത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കല് എന്താണ് അസുഖം ബാധിച്ച സഞ്ചാരി ഉൾപ്പെടെ 4 പേരെ സുരക്ഷിതമായിട്ട് ഭൂമിയിൽ എത്തിച്ചതാണ് നാസയുടെ മെഡിക്കൽ ഒഴിപ്പിക്കൽ അഥവാ എന്താണ് മെഡിക്കൽ ഇവാക്യുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ കേരളത്തില് നമ്മുടെ ജയിലുകളിൽ കഴിയുന്ന ആൾക്കാരുണ്ട് ഇല്ലേ? ആ തടവുകാരില് തൊഴിലാളികളുണ്ട്, വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികൾ. അവരുടെ വേതനം 168 രൂപയിൽ നിന്ന് എത്ര രൂപയായാണ് അടുത്തിടെ വർദ്ധിപ്പിച്ചത്? വിദഗ്ധ തൊഴിലാളികളുടെ രൂപ 168 നിന്ന് 620 രൂപയായി ഉയർത്തി. അപ്പൊ കേരളത്തിലെ ജയിലുകളിൽ കഴിയുന്ന തടവുകാരിലെ വിദഗ്ധ തൊഴിലാളികളുടെ വേതനം 168 രൂപയിൽ നിന്ന് 620 രൂപയായി ഉയർത്തി എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത ചോദ്യം ഏതാണ്? 2025 ആർക്കാണ് സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ചത്? മരിയ കൊറീന മച്ചാഡോ. ആരാണ്? മരിയ കൊറീന മച്ചാഡോ അല്ലെ? മരിയ കൊറീന മച്ചാഡോ 2025 സമാധാനത്തിന് നോബൽ പ്രൈസ് ലഭിച്ച മരിയ കൊറീന മച്ചാഡോ തനിക്ക് ലഭിച്ച സമ്മാനം ആർക്കാണ് കൈമാറിയത് എന്നാണ് ചോദ്യം. ആർക്കാണ്? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്. ആർക്കാണ്? US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കൈമാറി. ഇനി അടുത്തത് തൃശ്ശൂരില് എന്ത് നടക്കുകയുണ്ടായി?
സ്കൂൾ കലോത്സവം നടക്കുകയുണ്ടായി. എത്രാമത്തെ? 64ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടന്നത് തൃശ്ശൂരാണ്. അതില് ഗോൾഡ് കപ്പ് നേടിയത് ആരാണ് ഗോൾഡൻ കപ്പ് നേടിയത്? ഗോൾഡൻ കപ്പ് നേടിയത് ആരാണ്? കണ്ണൂരാണ്. ഗോൾഡൻ കപ്പ് നേടിയത്? ഫസ്റ്റ് പ്രൈസ് നേടിയത് ആരാ? കണ്ണൂരാണ്. ഇനി രണ്ടാം സ്ഥാനത്ത് വന്നത് ആരാ? രണ്ടാം സ്ഥാനത്ത് വന്നത് തൃശ്ശൂരാണ്. മൂന്നാം സ്ഥാനത്തെത്തിയത് ആരാ? മൂന്നാം സ്ഥാനത്തെത്തിയത് കോഴിക്കോടാണ്. അപ്പോ നമ്മുടെ സംസ്ഥാനത്തെ സ്കൂൾ കലോത്സവത്തിൽ അല്ലെ ഫസ്റ്റ് പ്രൈസ് നേടി കണ്ണൂര്. 64ാമത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവമായിരുന്നു. രണ്ടാം സ്ഥാനം തൃശ്ശൂര്, മൂന്നാം സ്ഥാനം കോഴിക്കോടാണ്. ഇനി കോമൺവെൽത്ത് രാജ്യങ്ങളുടെ സ്പീക്കർമാരുടെ, അതായത് കോമൺവെൽത്ത് കൺട്രീസ് നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് കോമൺവെൽത്ത് കൺട്രീസിനെ കുറിച്ച്. ആ കോമൺവെൽത്ത് കൺട്രീസിലെ ആരുടെ? സ്പീക്കർമാരുടെ അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർമാരുടെ, അതുപോലെ തന്നെ പ്രിസൈഡിംഗ് ഓഫീസർമാര്, അവരുടെ സമ്മേളനം എത്രാമത്തെ? 28ാമത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് നടന്നത്. എവിടെ നടന്നു? ന്യൂഡൽഹിയിലാണ് നടന്നത്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 28ാമത്തെ സമ്മേളനം നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ് എന്ന് ഓർത്തു വെക്കണം കേട്ടോ. ഇനി അടുത്തത് ഇന്ത്യൻ നാവികസേനയുടെ ഒരു പരിശീലന കപ്പല് ജാനുവരി 20-ന് 2026 ജാനുവരി 20-ന് ലോക പര്യടനത്തിന് പുറപ്പെട്ടു. ആ ലോക പര്യടനത്തെ നമ്മൾ വിളിക്കുന്ന പേര് ഇതാണ്, ലോകയാൻ 2026. അപ്പൊ ഇന്ത്യൻ നാവികസേനയുടെ ഏത് പരിശീലന കപ്പലാണ് ലോകയാൻ 2026-ന് പുറപ്പെട്ടത്? എന്താണ് അതിന്റെ പേര്? INS സുദർശിനി എന്നാണ് അതിന്റെ പേര്. INS സുദർശിനി എന്ന് പറയുന്ന ഇന്ത്യൻ നാവികസേനയുടെ എന്താണ്? പരിശീലന കപ്പല് എന്തിനു പുറപ്പെട്ടു? ലോകയാൻ 2026-ന് പുറപ്പെട്ടു. അതേതാണ്? INS സുദർശിനിയാണ്. ഇനി ലോക സാമ്പത്തിക ഫോറം, വേൾഡ് ഇക്കണോമിക് ഫോറം അഥവാ ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാം സമ്മേളനം നടന്നത് എവിടെയാണ്? ദാവോസിലാണ്. എവിടെയാണ് ദാവോസ്? സ്വിറ്റ്സർലൻഡിലാണ്. ലോക സാമ്പത്തിക ഫോറത്തിന്റെ 56ാം വാർഷിക സമ്മേളനം നടന്നത് സ്വിറ്റ്സർലൻഡിലെ ദാവോസിലാണ്. ഇനി അടുത്തത്, ഈ അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ച സൈന നെഹ്വാൾ ആരാണ്? സൈന നെഹ്വാൾ ഏത് താരമാണ്? അതായത് എന്തിൽ പ്രശസ്തി നേടിയ താരമാണ്? ബാഡ്മിന്റൺ താരം. ആരാണ്? ബാഡ്മിന്റൺ താരം. അപ്പോ ബാഡ്മിന്റൺ താരം സൈന നെഹ്വാൾ ഈ അടുത്തിടെ വിരമിക്കൽ പ്രഖ്യാപിച്ചു എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ ആയോ? ഇനി നമ്മുടെ കേരളത്തിലെ വളരെ പ്രശസ്തനായിട്ടുള്ള ധനകാര്യമന്ത്രിയായിരുന്ന ധനകാര്യമന്ത്രി പദവിയിൽ വളരെ പ്രശസ്തനായിട്ടുള്ള ആളാണ് KM മാണി എന്ന് നമുക്കറിയാം. ഈ KM മാണിയുടെ ഒരു സ്മാരകം നിർമ്മിക്കുകയാണ്. എവിടെയാണ് നിർമ്മിക്കുന്നത് എന്ന് ഓർത്തു വെച്ചോളൂ. കവടിയാറിലാണ് KM മാണിയുടെ സ്മാരകം നിർമ്മിക്കുന്നത്. എവിടെയാണ്? കവടിയാറിലാണ്. കേട്ടോ. ഇനി അടുത്തത് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് വിളിക്കുന്ന പേരാണ് മെർകോസുർ എന്താണ്? മെർകോസുർ. തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് മെർകോസുർ. ഇങ്ങനെ എഴുതും, MERCOSUR, മെർകോസുർ. ഇതാണ് തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ. ഏത് അന്താരാഷ്ട്ര സംഘടനയുമായാണ് ഈ അടുത്തിടെ സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടത്? ആര്?
ഈ മെർക്കോസുർ, അപ്പൊ തെക്കേ അമേരിക്കൻ രാജ്യങ്ങളുടെ സംഘടനയായ മെർക്കോസുർ ഏത് അന്താരാഷ്ട്ര സംഘടനയുമായിട്ടാണ് സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടത്? യൂറോപ്യൻ യൂണിയനുമായി. യൂറോപ്യൻ യൂണിയനുമായി എന്തൊപ്പിട്ടു? സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിട്ടു എന്ന് മനസ്സിലാക്കാം. ഇനി അടുത്തത് 12ാമത്തെ ശമ്പള കമ്മീഷൻ. 12ാമത്തെ ശമ്പള കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? VP ജോയി ആണ്. 12ാം ശമ്പള കമ്മീഷൻ ചെയർമാൻ ആരാണ്? VP ജോയി ആണ്. ഇനി അടുത്തിടെ കേരളം ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളിൽ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിനായി, കള്ളപ്പണങ്ങൾ എങ്ങനെയാണ് എന്താ പറയാ കള്ളപ്പണം പോണേ എന്നുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഒരു പരിശോധന നടത്തി. അതിന്റെ പേരെന്താണ്? ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. എന്താണ്? അടുത്തിടെ കേരളം ഉൾപ്പെടെയുള്ള 3 സംസ്ഥാനങ്ങളിൽ കള്ളപ്പണ ഇടപാടുകൾ അന്വേഷിക്കുന്നതിനായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ പരിശോധനയ്ക്ക് നൽകിയ പേരാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ. ഇനി അടുത്തത് നമ്മുടെ ഗുജറാത്ത് സംസ്ഥാനത്തിന് ശേഷം ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് നടപ്പാക്കാൻ തീരുമാനിച്ച ഇന്ത്യയിലെ എന്താണ് 2ാമത്തെ നഗരം ഏതാണ്? ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് അപ്പൊ നടപ്പിലാക്കിയിട്ടുള്ളത് ഗുജറാത്തിലാണ് എന്ന് മനസ്സിലാക്കാം. ഗുജറാത്ത് കഴിഞ്ഞിട്ട് ഇനി വേറൊരു സംസ്ഥാനത്ത് കൂടി ഈ പരിപാടി നടത്താൻ തീരുമാനിക്കുകയാണ്. ഏതാണ് സംസ്ഥാനം? രാജസ്ഥാനാണ്. രാജസ്ഥാൻ. അപ്പൊ ഗുജറാത്തിലും രാജസ്ഥാനിലും ആണ് ഡിസ്റ്റർബ്ഡ് ഏരിയാസ് ആക്ട് എന്ന് ഓർത്തു വെക്കാം. യാത്രക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനായിട്ട് വിശാഖപട്ടണത്ത് എവിടെ? വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ത്യൻ റെയിൽവേ വിന്യസിച്ച ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേര് എന്താണ്? ഹ്യൂമനോയിഡ് റോബോട്ട് ASC അർജുൻ എന്നാണ്. അപ്പൊ എന്താണ്? യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പുവരുത്താനായിട്ട് വിശാഖപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ ഇന്ത്യൻ റെയിൽവേ വിന്യസിച്ച ഹ്യൂമനോയിഡ് റോബോട്ടിന്റെ പേരാണ് ASC അർജുൻ. ഇനി അടുത്തത് 2026 ജാനുവരി മാസത്തിൽ ഇൻഡോ പസഫിക് ഓഷ്യൻസ് ഇനീഷ്യേറ്റീവിൽ എന്താണ്? ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനീഷ്യേറ്റീവിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏതാണ്? സ്പെയിൻ ആണ്. 2026 ജാനുവരിയിൽ ഇൻഡോ പസഫിക് ഓഷ്യൻ ഇനീഷ്യേറ്റീവിൽ ഔദ്യോഗികമായി ചേർന്ന രാജ്യം ഏതാണ്? സ്പെയിൻ ആണ്. ഭരണനിർവഹണത്തിൽ നിർമ്മിത ബുദ്ധി കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കാൻ, അപ്പൊ ഭരണപരമായിട്ടുള്ള കാര്യങ്ങളിൽ AI കാര്യക്ഷമമായി ഉപയോഗിക്കാനായി കേരള സർക്കാർ പ്രഖ്യാപിച്ച പുതിയ പദ്ധതിയുടെ പേര് എന്താണ്? കേരള AI മിഷൻ. കേരള AI മിഷൻ എന്നാണ് അതിന്റെ പേര്. ഇനി അടുത്തത് ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഈവന്റ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഈവന്റിന്റെ പേരാണ് വിങ്സ് ഇന്ത്യ. എന്താണ്? വിങ്സ് ഇന്ത്യ 2026. വിങ്സ് ഇന്ത്യ 2026. അതിന് വേദിയായത് എവിടെയാണ്? ഹൈദരാബാദിലാണ്. ഹൈദരാബാദിലെ ബേഗംപേട്ട് എയർപോർട്ടിലാണ്.
അപ്പൊ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സിവിൽ ഏവിയേഷൻ ഈവന്റ് ആയ വിങ്സ് ഇന്ത്യ 2026 വേദിയായത് ബേഗംപേട്ട് എയർപോർട്ട്. ബേഗംപേട്ട് എയർപോർട്ട് എവിടെയാണെന്നാ പറഞ്ഞത്? ഹൈദരാബാദിലാണ് എന്ന് ഓർത്തുവെക്കുക കേട്ടോ. ഇനി അടുത്ത ചോദ്യം, അന്യഗ്രഹങ്ങളെ അന്യഗ്രഹങ്ങളെ കണ്ടെത്താൻ നിർമ്മിച്ച നാസയുടെ AI നിർമ്മിത മോഡലിന്റെ പേര് എന്താണെന്നറിയാമോ? അതിന്റെ പേര് എസ്കോ. എന്താണ്? എസ്കോ മൈനർ പ്ലസ് എന്നാണ്. അന്യഗ്രഹങ്ങളെ കണ്ടെത്താൻ നിർമ്മിച്ച നാസയുടെ നിർമ്മിത ബുദ്ധി AI മോഡലാണ് എസ്കോ മൈനർ പ്ലസ് എന്ന് പറയുന്നത്. അടുത്തത് 2026 ജാനുവരി മാസത്തിൽ ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് എന്താണ്? ഇന്ത്യൻ പാസ്പോർട്ട് ഉടമകൾക്ക് വിസാരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ച രാജ്യം. വിസരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ചത് ആരാണ്? ജർമ്മനിയാണ്. ജർമ്മനിയില് വിസ ഇല്ലാണ്ട് പോവാം. 2026 ജാനുവരി തൊട്ട് വിസരഹിത യാത്രാ സൗകര്യം പ്രഖ്യാപിച്ചത് ഏതാണ്? ജർമ്മനിയാണ്. അടുത്തത് കേരളത്തിലെ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായിട്ടുള്ള പാലം തുറന്നു. ഏതാണ് പാലം? കുമ്പിച്ചൽ കടവ്. പാലത്തിന്റെ പേര് കുമ്പിച്ചൽ കടവ് പാലം എന്നാണ്. പാലം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിക്കുന്ന ഏറ്റവും നീളം കൂടിയതും വലിപ്പമുള്ളതുമായിട്ടുള്ള പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം. എവിടെയാണ് അത്? തിരുവനന്തപുരത്താണ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി അടുത്തത്, ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങള് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിവരങ്ങള് നേരിട്ട് ജനപ്രതിനിധികളിലേക്ക് എത്തിക്കുന്നതിനുമായിട്ട് കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം പുറത്തിറക്കിയ വാട്സാപ്പ് അധിഷ്ഠിത ചാറ്റ് ബോട്ടിന്റെ പേര് എന്താണ്? ആ ചാറ്റ് ബോട്ടിന്റെ പേര്? പഞ്ചം എന്നാണ് ആ ചാറ്റ് ബോട്ടിന്റെ പേര്. ഒന്നും കൂടെ പറയാം. ഗ്രാമപഞ്ചായത്തുകളുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള വിവരങ്ങൾ നേരിട്ട് ജനപ്രതിനിധികളിൽ എത്തിക്കാൻ കേന്ദ്ര പഞ്ചായത്തി രാജ് മന്ത്രാലയം വാട്സപ്പ് അധിഷ്ഠിത ചാറ്റ് ബോട്ട് പുറത്തിറക്കി. അതിന്റെ പേരാണ് പഞ്ചം. എന്താണ്? പഞ്ചം. ഇനി അടുത്തത്, ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമുള്ള ശിലാചിത്രങ്ങൾ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തിയത് എവിടെയാണ്? മുനാദ്വീപിലാണ്. അപ്പൊ ചോദിക്കാം, മുനാദ്വീപ് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. എന്ത്? മുനാദ്വീപ് എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ്. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത് നമ്മുടെ US ഇസ്രായേൽ സംയുക്ത ആക്രമണം അല്ലെ? US ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ ഇറാന്റെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ട നേതാവ് ആരാണ്? കൊല്ലപ്പെട്ട നേതാവ്? അയത്തൊള്ള. അദ്ദേഹത്തിന്റെ പേര് ഇതാണ്, അയത്തൊള്ള അലി ഗമീനി എന്നാണ് പേര്. അയത്തൊള്ള അലി ഗമീനി. അപ്പൊ ഇത്രയാണ് ഇന്ന് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ്. ഭംഗിയായിട്ട് എല്ലാവരും പഠിക്കുക. ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ.